2024 പ്രിലിംസിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. 2. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. 3. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. 4. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 മാത്രം. ഒന്നാമത് തെറ്റാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 1. കലാപം നടന്നത് 1812 2. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. 3. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. 4. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. 1, 4 ശരിയായിട്ടുള്ളതാണ്. 3. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കോങ്ങിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേത്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. 3. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. 4. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഉത്തരം വരുന്നത് ഡി ആണ്. എല്ലാം ശരിയാണ്. 4. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. 2. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പുണ്ടായത്. 3. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായത്. 4. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നത്. ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4. 3 തെറ്റാണ്. അടുത്തത് 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. 3. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 4. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ISRO സ്ഥാപിച്ചത് 1998. 2. ഇതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. 3. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. 4. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ശരിയായ പ്രസ്താവന വരുന്ന ഓപ്ഷൻ ബി ആണ്. 3, 4 മാത്രമാണ്. 7. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 2. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 3. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 4. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലാണ്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 മാത്രം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു, ഓടക്കുഴൽ അവാർഡ് D വിജയചന്ദ്രൻ. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അത് 4 മാത്രമാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണ്? അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിർത്തി ഗാന്ധിയുടെ മരണം. ഇതാണ് അതിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. അടുത്തത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? 1. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17. 2. KMRL ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. 3. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3. അടുത്തത് കീബുൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി നാഗാലാൻഡ്. ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂരാണ്. അടുത്തത് നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ്, ഓപ്ഷൻ ബി ജയ്പൂർ,
ഓപ്ഷൻ ബി വഡോദര, ഓപ്ഷൻ ഡി സൂറത്ത്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ അഹമ്മദാബാദാണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷികകാലം ഏതാണ്? ഓപ്ഷൻ എ സെയ്ദ്, ഓപ്ഷൻ ബി മൺസൂൺ, ഓപ്ഷൻ സി റാബി, ഓപ്ഷൻ ഡി ഖാരിഫ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഖാരിഫാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യൂൾ പർവ്വതം, അതിന് ഉദാഹരണം ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആരവല്ലി, ഓപ്ഷൻ ബി സഹ്യാദ്രി, ഓപ്ഷൻ സി ഏലമല കുന്നുകൾ, ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആരവല്ലിയാണ്. അടുത്തത് ക്രിസ്റ്റലൈൻ കായാന്തര ശിലകളിൽ നിന്നും ഘാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ പർവ്വത മണ്ണ് അല്ലെങ്കിൽ മൗണ്ടൈൻ സോയിൽ, ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ, ഓപ്ഷൻ സി എക്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ, ഓപ്ഷൻ ഡി കരിമണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. അടുത്തത് ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി കർണാടകം, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മധ്യപ്രദേശാണ്. അടുത്തത് കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ഓപ്ഷൻ എ പീറ്റ്, ഓപ്ഷൻ ബി ലിഗ്നൈറ്റ്, ഓപ്ഷൻ സി ബിറ്റുമിനസ്, ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ് ആണ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി തെലങ്കാന. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി തമിഴ്നാടാണ്. അടുത്തത് മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ മിൽപ്പ, ഓപ്ഷൻ ബി മാസോൾ, ഓപ്ഷൻ സി റോക്ക, ഓപ്ഷൻ ഡി ലഡാങ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മിൽപ്പയാണ്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ എ വരുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണമാണ്. ഓപ്ഷൻ ബി പശ്ചിമഘട്ട നിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം. ഓപ്ഷൻ സി എന്ന് പറയുന്ന യമുന നദിയിലെ രാസമലിനീകരണം തടയൽ. ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വൻസമ്പത്ത് നശീകരണം തടയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതാണ്. അടുത്തത് 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? ഓപ്ഷൻ എ 1937, ഓപ്ഷൻ ബി 1936, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1935. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1937 ആണ്. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ഡി നിസ്സഹരണ പ്രസ്ഥാനം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ്. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദൈവശതകം, ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം, ഓപ്ഷൻ സി നവമഞ്ജരി, ഓപ്ഷൻ ഡി ദർശനമാല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വേദാധികാര നിരൂപണമാണ്. അടുത്തത് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ, ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഓപ്ഷൻ ഡി ഒ എൻ വി കുറുപ്പ്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതാണ്? 1 രാധാകൃഷ്ണൻ കമ്മീഷൻ, 2 രംഗനാഥ മിശ്ര കമ്മീഷൻ, 3 കോത്താരി കമ്മീഷൻ, 4 മുഖർജി കമ്മീഷൻ. ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ, തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി ബംഗാൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ബംഗാളാണ്. അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് ഇന്ത്യയിൽ താഴെ പറയുന്നതിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി പോണ്ടിച്ചേരി, ഓപ്ഷൻ സി ചന്ദ്രനഗർ, ഓപ്ഷൻ ഡി ട്രാങ്കുബാർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്?
ഓപ്ഷൻ എ കുണ്ടറ വിളംബരം 1809, ഓപ്ഷൻ ബി കുളച്ചൽ യുദ്ധം 1741, ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം 1721, ഓപ്ഷൻ ഡി കുറിച്ചി കലാപം 1810. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഒന്നാമത്തത് 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. രണ്ടാമത് സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഇതിൽ ശരിയായിട്ട് വരുന്നത് 1, 3 മാത്രമാണ്. രണ്ടാമത്തത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായവ ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. രണ്ടാമത് ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. മൂന്നാമത് ദേശീയ ഗാനത്തിനോടൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 അതിനകത്ത് ശരിയായി വരുന്നത്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുകളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. മൂന്നാമത്തത് 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. നാലാമത്തത് ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തേതുമാണ് ശരി, മൂന്നാമത്തത് തെറ്റാണ്. അടുത്തത് 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ എം കെ സാനു, ഓപ്ഷൻ എസ് സോമനാഥും, ഓപ്ഷൻ ബി എം കെ സാനും എൻ എസ് മാധവനും, ഓപ്ഷൻ സിക്കകത്ത് വരുന്ന എസ് സോമനാഥും ഭുവനേശ്വരിയും, ഓപ്ഷൻ ഡി എസ് സോമനാഥും ഷൈജ ബേബിയുമാണ്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. രണ്ടാമത് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം. മൂന്നാമത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. നാലാമത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഇതിന് ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. നാലാമത്തെ മാത്രമാണ് ഇതിൽ പെടാത്തതായിട്ടുള്ളത്. അടുത്തത് 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഇറാൻ, ഓപ്ഷൻ ഡി സിംഗപ്പൂർ. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ റഷ്യയാണ്. അടുത്തത് കുറിച്യ ലേഖനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത് 1812 കുറിച്യ ലേഖനം ഉണ്ടായത്. 2 വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. മൂന്നാമത്തെ പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. നാലാമത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടന്ന ലഹളയായിരുന്നു അത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 നാലാമത്തതും. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? ഓപ്ഷൻ എ സംഘമിത്ര, ഓപ്ഷൻ ബി ക്രൈസ്തവ മഹിളാമണി, ഓപ്ഷൻ സി കേരളീയ സുഗുണബോധിനി, ഓപ്ഷൻ ഡി മേരി റാണി. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. കേരളീയ സുഗുണബോധിനി. അടുത്തത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? ഒന്നാമത്തത് വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. രണ്ടാമത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. മൂന്നാമത് 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 3 ശരിയാണ്. അടുത്തത് 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്നായിരുന്നു? ഓപ്ഷൻ എ വയനാട് ചേലക്കര, ഓപ്ഷൻ ബി വയനാടും ചേലക്കര പാലക്കാട്, ഓപ്ഷൻ സി പാലക്കാടും വയനാടും, ഓപ്ഷൻ ഡി പാലക്കാടും ചേലക്കരയും. ഉത്തരമായിട്ട് വന്നത് ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 41, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 44. ഉത്തരം വന്നത് ഓപ്ഷൻ എ 41 ആണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി വയനാട്. ഉത്തരം ഓപ്ഷൻ ഡി വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പള്ളിവാസൽ, ഓപ്ഷൻ സി ചെങ്കുളം, ഓപ്ഷൻ ഡി ഇടമലയാർ. ഉത്തരം ഓപ്ഷൻ ബി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്?
ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി ചെമ്മണ്ണ്, ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്, ഓപ്ഷൻ ഡി കറുത്ത മണ്ണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണാണ്. അടുത്തത് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ പറമ്പിക്കുളം, ഓപ്ഷൻ ബി ചെന്തുരുണി, ഓപ്ഷൻ സി മുത്തങ്ങ, ഓപ്ഷൻ ഡി ആറളം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ പറമ്പിക്കുളമാണ്. അടുത്തത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി പള്ളത്തുരാമൻ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ്. അടുത്തത് കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 19, ഓപ്ഷൻ ഡി 22. ഉത്തരം ഓപ്ഷൻ എ 20. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 7. ഉത്തരം ഓപ്ഷൻ എ 5. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ എ 1841, ഓപ്ഷൻ ബി 1851, ഓപ്ഷൻ സി 1861, ഓപ്ഷൻ ഡി 1871. ഉത്തരം ഓപ്ഷൻ സി 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ബാരിസ്റ്റർ ടി പ്രകാശൻ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പുന്നപ്രവയലാ സമരം, ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ സി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസാണ്. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ടി കെ മാധവൻ, ഓപ്ഷൻ ബി എ കെ ഗോപാലൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ള. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ടി കെ മാധവനാണ്. അടുത്തത് 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ എ ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, ഓപ്ഷൻ ബി മരുമക്കത്തായത്തിനെതിരെയുള്ള നിയമങ്ങൾ, ഓപ്ഷൻ സി ഏകീകൃതമായ ശിക്ഷാവിധികൾ, ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അടുത്തത് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നത് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാടാണ്. അടുത്തത് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ഭരണപരിഷ്കാരം, ഓപ്ഷൻ ബി കുടിയായ്മ പ്രശ്നം, ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം, ഓപ്ഷൻ ഡി ഖിലാഫത്ത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ജനസംഖ്യാനുപാത സംവരണം. അടുത്തത് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, ഓപ്ഷൻ ബി അർണോസ് പാദ്രി, ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി, ഓപ്ഷൻ ഡി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അർണോസ് പാദ്രിയാണ്. അടുത്തത് 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ എ പഴശ്ശിരാജ, ഓപ്ഷൻ ബി പാലിയത്തച്ചൻ, ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. ഉത്തരം ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. അടുത്തത് 1859 ജെയിംസ് ഡാര കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി വർക്കല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ.